മണക്കാട് ക്ഷേത്രത്തിലെ പൂജാരിയെ അറസ്റ്റ് ചെയ്ത സംഭവം. അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. അരുൺ പോറ്റി ക്ഷേത്ര പൂജകളിൽ അടക്കം മുടക്കിയാണ് അറസ്റ്റ് ചെയ്തതെന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം ചെയ്യാത്ത കുറ്റത്തിന് അപമാനമുണ്ടായതിൽ ആത്മഹത്യ ചെയ്യുന്നതാണ് ഇതിലും ഭേദമെന്ന് അദ്ദേഹം പ്രതികരിക്കുന്നു. ഇന്ന് മെനഞ്ഞാൻ തന്നെ വിളിച്ചിരുന്നു, ഷൺമുഖ ASI ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. ഇന്ന് രാവിലെ 10:30 ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞു, സാറേ ഇതുപോലെ 10:30 ഇന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്വേഷണത്തിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൊഴിയെടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു. അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല, വണ്ടി കയറിയേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, സാറേ അമ്പലം നട അടച്ചിട്ട് വന്നാൽ പോരെ, അത് പറ്റില്ല, ഇപ്പം തന്നെ കയറിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ ചെയ്യാത്ത ഒരു കുറ്റത്തിന് അവമാനം സഹിക്കണ കാര്യം ഇനി ആത്മഹത്യ എനിക്ക് വഴിയുള്ളൂ. വിലങ്ങ് വെച്ചാണ് കൊണ്ടുപോയത്. ഒരു കുറ്റവാളി കുറ്റം ചെയ്തതിന് പോലെയാണ് വിലങ്ങ് വെച്ചാണ് കൊണ്ടുപോയത്. അതേസമയം അതെ, ഒരു ട്രസ്റ്റ് അറിയാണ്ട് ഒരു അമ്പലത്തിൽ നിന്ന് പൂജാരിയെ കൊണ്ടുപോയി എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ്. ഒരു സംശയം, ഈ വിലങ്ങ് വെച്ചൊക്കെ കൊണ്ടുപോകുന്നതിന് പ്രത്യേക മാനദണ്ഡങ്ങളില്ലേ? ഒരു അത്രയും വലിയൊരു കൊടും കുറ്റവാളി അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോകാനിടയുള്ള കുറ്റവാളിയൊക്കെ അല്ലേ ഈ വിലങ്ങ് വെച്ച് കൊണ്ട് അദ്ദേഹം ചെയ്ത തെറ്റെന്താണെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല എന്നുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ. വിഷയത്തിൽ ട്രസ്റ്റിനെ അറിയിക്കാതെയാണ് അറസ്റ്റ് ചെയ്തതെന്നും പോലീസിനെതിരെ പരാതി നൽകിയതായും ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് നന്ദകുമാർ പറഞ്ഞു. ഒരു ട്രസ്റ്റിൻ്റെ കീഴിൽ ഇറങ്ങുന്ന ഒരു അമ്പലമാണ്. അവിടെ വന്ന് പെട്ടെന്ന് ഏത് കുറ്റവാളിയായിരുന്നാലും ഒന്നിൻ്റെ ട്രസ്റ്റിൻ്റെ ഏതെങ്കിലും മെമ്പർമാരോ സെക്രട്ടറിയോ പ്രസിഡൻറ്റോ ആരെങ്കിലും വിളിക്കും. ഇതൊന്നും അറിയാതെ പെട്ടെന്ന് ഒരു സംഘം ഈ മോഷണ സാധനങ്ങൾ പിടിച്ചെടുക്കുന്ന പോലെയാണ് പോറ്റിയും കൂടി കൊണ്ടുവന്നത്. ഇങ്ങനെ ഒരു ആരാധന ക്ഷേത്രങ്ങളിൽ ഇതിൽ ഇങ്ങനെ പോറ്റിയൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് എൻ്റെ അറിവിൽ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. ഇതിന് ശക്തമായ ഒരു നടപടിയെടുക്കാൻ വേണ്ടി നമ്മൾ അന്ന് അടിയന്തരായിട്ട് കമ്മിറ്റി കൂടി തീരുമാനിച്ച് അങ്ങനെയാണ് പോറ്റിയിരുന്ന് ഞങ്ങൾ പരാതി എഴുതി വാങ്ങിച്ച് ട്രസ്റ്റിൻ്റെ ഒരു പരാതിയുമായിട്ട് ACPക്ക് വിളിച്ചെടുത്ത് കൊടുത്തു. ദേവസന്നിധിയിൽ നിന്ന് പൂജ നടത്തിക്കൊണ്ടിരിക്കെ പോകാനാണ് അദ്ദേഹം എങ്ങോട്ട് ഓടിപ്പോകാനാണെന്ന് അതിശയം. മാത്രമല്ല പൂജ മുടക്കിക്കൊണ്ട് അത് വളരെ വലിയൊരു അദ്ദേഹത്തിന് വിലങ്ങ് വെച്ച് കൊണ്ടുപോകണമെങ്കിൽ അതിന് മാത്രം എന്ത് വലിയ തെറ്റാണ് അദ്ദേഹം ചെയ്തതെന്ന് തീർച്ചയായും വ്യക്തമാക്കിയേ മതിയാവുകയുള്ളൂ. വിശദമായ അന്വേഷണം നടത്തുമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളെ വിശ്വസിക്കാം. വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വീഴ്ച എന്ന് പറയുമ്പോൾ അദ്ദേഹം ചെയ്ത തെറ്റ് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ നമുക്ക് പോലും മനസ്സിലാവുന്നുണ്ട് അല്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണെന്നുള്ളത്. സ്പർജൻ കുമാർ കമ്മീഷണർ അദ്ദേഹം അത് വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്ക് ശാലിനിയോട് ചോദിക്കാം. ശാലിനി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശാലിനി, ഗുഡ് മോർണിംഗ്. ഈ സംഭവം സത്യത്തിൽ ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം എന്ത് വലിയ കുറ്റം ചെയ്തിട്ടാണ് പൂജയ്ക്കിടെ പൂജ മുടക്കിക്കൊണ്ട് ഒരു പൂജാരിയെ ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് വിലങ്ങ് വെച്ച് കൊണ്ടുപോയത് എന്നുള്ളതിന് പോലീസ് ഉത്തരം പറയണമല്ലോ. എന്താണ് ശാലിനിക്ക് അറിയാവുന്ന വിവരങ്ങൾ? വീണ സൂചിപ്പിച്ചതുപോലെ ഗുരുതരമായിട്ടുള്ളൊരു പിശക് അല്ലെങ്കിൽ ഒരു വീഴ്ച ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിന്റെ ആധികാരികതയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കഴിഞ്ഞ മാസം, അതായത് ജൂൺ 25-ാം തീയതിയാണ് പൂന്തുറ ഉച്ചമാടൻ ക്ഷേത്രത്തിലെ പഞ്ചലോക വിഗ്രഹം മോഷണം പോകുന്നത്. ഏകദേശം 40 വർഷത്തിലധികം പഴക്കമുള്ള പഞ്ചലോക വിഗ്രഹമാണ് മോഷണം പോയിട്ടുള്ളത്. അതിൽ ഏകദേശം 1.5 കോടിയോളം രൂപ വിലമതിക്കുന്ന വിഗ്രഹമാണ് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഇതിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം പൂന്തുറ പോലീസ് നടത്തി വരികയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് അന്ന് ആ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന പൂജാരി എന്ന നിലയിൽ അരുൺ പോറ്റി അദ്ദേഹം ഇപ്പോൾ ജോലി ചെയ്യുന്ന ക്ഷേത്രത്തിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തി കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അദ്ദേഹം ഇപ്പോൾ ജനം ടിവിയോട് അടക്കം പ്രതികരിച്ചതിൽ പറയുന്നത് പോലെ തന്നെ ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് വൈകുന്നേരത്തെ പൂജ കഴിഞ്ഞ് ശ്രീകോവിലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് പോലീസ് ഇത്തരത്തിൽ വരികയും സിവിൽ ഡ്രസ്സിലും അല്ലാതെയും ഒക്കെയായി ആളുകൾ അവിടെ എത്തുന്നു. അതിനുശേഷം വിലങ്ങ് വെച്ച് വളരെ മൃഗീയമായ രീതിയിൽ തന്നെയാണ്, വളരെ വൈകാരികമായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത്. അത്തരത്തിൽ മോശമായ രീതിയിൽ ഒരു കള്ളനെ കൊണ്ടുപോകുന്നത് പോലെ അല്ലെങ്കിൽ തെറ്റ് ചെയ്ത കുറ്റവാളിയെ കൊണ്ടുപോകുന്നത് പോലെയാണ് തന്നെ വിലങ്ങ് വെച്ച് ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതായത് ഇന്ന് ഉച്ചയോടുകൂടി ഏകദേശം 10 മണിക്കും ഉച്ചയ്ക്കുമകം തന്നെ സ്റ്റേഷനിലെത്തി മൊഴി കൊടുക്കുക അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യം ചെയ്യലുകൾക്ക് എത്തണമെന്നുള്ളത് CI അറിയിച്ചതാണ്. അതിന് പ്രകാരം അദ്ദേഹം എത്താമെന്ന് അറിയിച്ചതുമാണ്. ഇതടക്കമുള്ള കാര്യങ്ങൾ പൂന്തുറ SHOയോട് വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷെ അവരൊന്നും തന്നെ അത് കേൾക്കാനോ ചെവിക്കൊള്ളാനോ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ ജനം ടിവിയോട് അടക്കം പ്രതികരിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കേണ്ടി വന്നതിൽ ആത്മഹത്യ ചെയ്യുന്നതാണ് ഇതിലും വലിയ കാര്യം എന്നുള്ളതാണ്. കാരണം അത്രയധികം മോശമായ രീതിയിലാണ് തന്നെ ഇവിടുന്ന് കൊണ്ടുപോയത്. ദൈവസന്നിധിയിൽ നിന്നാണ് കൊണ്ടുപോയത്. അതിനുശേഷം 2 പൂജകൾ ആ ക്ഷേത്രത്തിൽ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ കരുതിക്കൂട്ടിയുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് പോലീസ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തത്. മുൻപ് ജോലി ചെയ്തിരുന്ന പൂന്തുറ ക്ഷേത്രത്തിലെ ചില ഭരണസമിതി അംഗങ്ങളുമായി ചില വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അവിടെ നിന്നും
ആ ക്ഷേത്രത്തിൽ നിന്നും ജോലി ഉപേക്ഷിച്ച് ഒരു മാസത്തിന് ശേഷം ഇവിടേക്ക് എത്തുകയും ചെയ്തത്. ഇതിലുള്ള വൈരാഗ്യമായിരിക്കാം ഇത്തരത്തിലൊരു കേസിൽ തന്റെ പേരും പ്രതിപാദിക്കുകയും ഇങ്ങനൊരു അറസ്റ്റിലേക്കും നടപടിയിലേക്കും പോലീസ് എത്തിയത് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം തന്നെയാണ് ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് ഭാരവാഹികളും ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരണം നടത്തിയിട്ടുള്ളത്. നന്ദകുമാർ, അദ്ദേഹം ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് പ്രസിഡന്റാണ്. അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് ഒരു അറസ്റ്റ് അല്ലെങ്കിൽ ഒരു കുറ്റവാളിയാണ് എങ്കിൽ പോലും ഒരു അറസ്റ്റ് അത്തരത്തിലുള്ള നടപടികൾ ക്ഷേത്രത്തിനുള്ളിൽ കയറി പോലീസ് നടത്തുമ്പോൾ അത് ട്രസ്റ്റ് അംഗങ്ങളുമായിട്ടോ ഭാരവാഹികളോട്ടോ ആയി ആലോചിക്കേണ്ടതാണ്. പക്ഷെ അത്തരത്തിലുള്ള ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല ഇക്കാര്യത്തിൽ എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. സംഭവത്തിൽ ഇപ്പോൾ ACPക്ക് പരാതി നൽകിയിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ACP അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. പൂജാരിയുടെ പേരിൽ, അതായത് അരുൺ പോറ്റിയുടെ പേരിലാണ് ഇത്തരത്തിലൊരു പരാതി ഇപ്പോൾ പോലീസിന് മുൻപിൽ എത്തിയിട്ടുമുള്ളത്. സിറ്റി പോലീസ് കമ്മീഷണറും ഔദ്യോഗികമായി വിഷയത്തിൽ ജനം ടിവിയോട് പ്രതികരിച്ചിരിക്കുകയാണ്. കൃത്യമായ നടപടി ഇതിലുണ്ടായിരിക്കും. വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അടക്കം നടപടി ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടിയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഗുരുതരമായ പിശകായി തന്നെ നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടിയിരിക്കുന്നു. മറ്റൊരു ആരാധനാലയത്തിലും നടക്കാത്ത അല്ലെങ്കിൽ ചരിത്രത്തിൽ തന്നെ നടക്കാത്ത ഒരു നടപടിയുടെ ഭാഗമായി ആരോപണ വിധേയനോ അല്ലെങ്കിൽ കുറ്റക്കാരനെന്നോ ബോധ്യം പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ നിന്ന് വളരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. പിന്നീട് രാത്രിയോടുകൂടി ഏകദേശം 12-1 മണിയോടുകൂടി അദ്ദേഹത്തിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, താൻ സ്വമേധയാ പോകില്ല, തന്നെ അറസ്റ്റ് ചെയ്തത് എവിടെ നിന്നാണോ അവിടെ തന്നെ തിരികെ കൊണ്ടുവിടണം എന്നുള്ളതായിരുന്നു പോലീസിനോട് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ സ്വകാര്യ വാഹനത്തിൽ ഇന്നലെ പോലീസ് തിരികെ ക്ഷേത്രത്തിൽ തന്നെ ഇദ്ദേഹത്തെ കൊണ്ടുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വളരെ വൈകാരികമായ രീതിയിലാണ് ഇപ്പോൾ അരുൺ പോറ്റി പ്രതികരിച്ചിട്ടുള്ളത്. വിഷയത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നൊരു ആവശ്യം ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്നും ഉയരുകയാണ്. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ച ഉണ്ടാവുകയാണെങ്കിൽ അച്ചടക്ക നടപടി അടക്കമുള്ള കാര്യങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയും വഴിവെക്കുന്നുണ്ട്. എന്തായാലും വളരെ വൈകാരികമായ രീതിയിൽ അദ്ദേഹം പ്രതികരിക്കുമ്പോൾ ഒരു പക്ഷേ വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ കൂടിയാണ്. എന്തിന്റെ പേരിലാണ് അല്ലെങ്കിൽ എന്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നടപടി പോലീസ് നടത്തിയത്? വരും മണിക്കൂറുകളിൽ ചർച്ചയാകേണ്ട മറ്റൊരു വിഷയമാണിതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പ്രേക്ഷകരും അതിന്റെ ഒരു അവരുടെ ഒരു അമർഷം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.